കൊല്ലാതെ നടുക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ഉറ്റവർ കരുതലാകേണ്ടവർ ജീവനെടുത്ത വാർത്തയിലേക്കാണ്, കൊല്ലത്തേക്കാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മാനസിക രോഗിയായ മകനെ അച്ഛനും സഹോദരനും ചേർന്ന് തലക്കടിച്ചു കൊന്നു. മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷിനെ അച്ഛൻ രാമകൃഷ്ണൻ, സഹോദരൻ സനൽ എന്നിവർ ചേർന്നാണ് കൊലപ്പെടുത്തിയത്. മാനസിക രോഗിയായ സന്തോഷ് വീട്ടുകാരെ നിരന്തരം ആക്രമിക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്ത് അല്ലെങ്കിൽ ഈ ആക്രമിക്കുന്നതിനിടെയാണ് ജ്യേഷ്ഠനും അച്ഛനും കൂടി സഹോദരനെ കൊലപ്പെടുത്തിയത്. മാനസിക രോഗത്തിന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്ന സന്തോഷ് ഈ അടുത്താണ് ചികിത്സ പൂർത്തിയാക്കി വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസവും സന്തോഷ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അച്ഛനും സഹോദരനും ചേർന്ന് തടഞ്ഞു. ഒടുവിൽ സഹികെട്ടാണ് സന്തോഷിനെ മർദ്ദിച്ചതെന്ന് ഇരുവരും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു സന്തോഷിന്റെ മരണം. രാവിലെ തൊട്ടടുത്തുള്ള മൈനാഗപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോടാണ് പിതാവ് രാമകൃഷ്ണൻ ഇക്കാര്യം പറയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അച്ഛൻ രാമകൃഷ്ണൻ ഒരു 5:45 എൻ്റെ വീട്ടിൽ വരികയും ഇതുപോലെ മോൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചവൻ പറഞ്ഞ് ഇന്നലെ രാത്രി വലിയ വഴക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പുള്ളിയായിട്ട് അങ്ങോട്ടും പിടിച്ചുകൊള്ളും വെള്ളമുണ്ടായി. എൻ്റെ ഭാഗത്ത് ഞാനൊരു അടി കൊടുത്തു. അപ്പം മടി കൊടുത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ 10 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാനാണ് തയ്യാറ് എന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു പോരുകയും ചെയ്തു. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ പുള്ളി ഇതുപോലെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ചിലപ്പോൾ സന്തോഷ് അക്രമകാരിയായി മാറാറുണ്ട്, വീട്ടുകാരെയും ആക്രമിക്കും. പിതാവ് രാമകൃഷ്ണൻ, സഹോദരൻ സനൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.